അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. നമ്മളിന്ന് 10ാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 23 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 24-ാമത്തെ ആയത്താണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ് നമ്മൾ പഠിച്ച ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. വലഖദ് അർസൽന നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. ഈ ആയത്താണ് നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലേക്ക് പ്രവാചകനായി, അള്ളാഹുവിൻ്റെ ദൂതനായി നിയോഗിച്ചു. അദ്ദേഹം ആ സമൂഹത്തിലേക്ക് പ്രവാചകനായി കടന്നു വന്ന ഉടനെ അവരോട് പറയുന്നത് യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അവനല്ലാതെ നിങ്ങൾക്കൊരാരാധ്യനില്ല, അവനെയല്ലാതെ നിങ്ങൾ ആരെയും ആരാധിക്കാൻ പാടില്ല. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം, തഖ്വ പാലിക്കുന്നവരായേക്കാം. ഇതാണ് ആ ആയത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത്. ആരാണ് നൂഹ് നബി എന്ന്, നൂഹ് നബി കടന്നു വരുമ്പോഴുണ്ടായ അവസ്ഥ എന്താണ് എന്നൊക്കെ ആ ആയത്തുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ തൗഹീദിലേക്കാണ് വിളിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ആദർശത്തിലേക്കാണ് വിളിച്ചത്. ഈ ആദർശത്തിലേക്ക് ആ സമൂഹത്തെ വിളിക്കുമ്പോൾ ആ ദഅവത്തിനെ എങ്ങനെയാണ് ആ സമൂഹം നോക്കിക്കണ്ടത്, സ്വീകരിച്ചത് എന്നാണ് അള്ളാഹു അടുത്ത ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ നമുക്ക് പാഠമുണ്ട്. നമുക്ക് ഒരു പ്രവാചകനെ ഒരു സമൂഹം എങ്ങനെ സ്വീകരിച്ചു എന്ന് അള്ളാഹു വിശദീകരിക്കുന്നത് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. എന്താണ് അവർ പറഞ്ഞത്? 24-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين. ഇതാണ് ആയത്ത്. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്? فقال الملأ الذين كفروا من قومه. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനതയിലെ അവിശ്വാസികളായ പ്രമാണികൾ പറഞ്ഞു. ഫഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി. അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ അവിശ്വാസികളായ പ്രമാണികൾ പറഞ്ഞു. എന്താ അവർ പറഞ്ഞത്? മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. ഇവൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, ഇവൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ്. യുരീദു അൻ യതഫദ്ദല അലൈക്കും. അവൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മേൽ മേൽക്കോയ്മ നേടാനാണ്, നിങ്ങളുടെ മേൽ മേൽക്കോയ്മ നേടാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. വലൗ ശാ അല്ലാഹു ലഅൻസല മലായികതം മാ സമിഅന, വലൗ ശാ അല്ലാഹു ലഅൻസല മലായിക. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മലക്കുകളെ ഇറക്കുമായിരുന്നു. പ്രവാചകനായി, ദൈവദൂതനായി, ദിവ്യ സന്ദേശവുമായി മലക്കുകളെ അള്ളാഹു ഇറക്കുമായിരുന്നു.
എന്നിട്ട് അവർ പറഞ്ഞു മാ സമിഅനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ കാലത്തൊന്നും ഇങ്ങനെയൊന്നും ഞങ്ങൾ കേട്ടിട്ടേയില്ല. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ കാലത്തൊന്നും ഞങ്ങൾ ഇതുപോലെയൊന്നും കേട്ടിട്ടില്ല. ഇതാണ് ഈ ആയത്ത്. വലിയ വിശദീകരണങ്ങളുടെയൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ആയത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നൂഹ് നബി വന്നു, നൂഹ് നബി ആ സമൂഹത്തെ ദഅവത്തിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിച്ചു. എല്ലാ പ്രവാചകന്മാരും പ്രഥമമായി പഠിപ്പിച്ച തൗഹീദിൻ്റെ ആശയത്തിലേക്ക് ആ പ്രവാചകനും നൂഹ് നബി എന്ത് ചെയ്തു? ജനങ്ങളെ വിളിച്ചു. അപ്പോൾ ആ സമൂഹം എങ്ങനെ പ്രതികരിച്ചു? അതാണ് അള്ളാഹു ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. ആയത്തിൻ്റെ വാക്കർത്ഥം നോക്കുമ്പോൾ ഫഖാല, അപ്പോൾ പറഞ്ഞു, അൽ മലഉ, തലവന്മാർ, പ്രമാണികൾ, അല്ലദീന കഫറു, സത്യനിഷേധികളായ, മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ കൗമിൽപ്പെട്ട, സമൂഹത്തിൽപ്പെട്ട, മാ ഹാദ, ഇവനല്ല, ഇല്ല ബഷറുൻ, ഒരു മനുഷ്യനല്ലാതെ, ബഷർ മനുഷ്യൻ, ഇല്ല ബഷറിന് ഒരു മനുഷ്യനല്ലാതെ, മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള, മിസാല് ഉദാഹരണം, നിങ്ങളെപ്പോലെയുള്ള, യുരീദു, അവൻ ഉദ്ദേശിക്കുന്നു, അയ്യതഫദ്ദല അലൈക്കും, ഫദ്ല് ശ്രേഷ്ഠത എന്ന് നമുക്കറിയാം, അയ്യതഫദ്ദല അലൈക്കും, നിങ്ങളുടെ മേൽക്കോയ്മ, വലൗ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലഅൻസല മലയിക, അവന് മലക്കുകളെ ഇറക്കുമായിരുന്നു. മാ സമിഅന, സമിഅ കേട്ടു, മാ സമിഅന, ഞങ്ങൾ കേട്ടിട്ടില്ല, ബിഹാദ, ഇങ്ങനെയൊന്ന്, ഇതുപോലെയൊന്ന്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച്, ഫീ ആബാഇനൽ അവ്വലീൻ, ആബാ അബിൻ്റെ ജമ്മാണ്, പൂർവ്വ പിതാക്കൾ, ഞങ്ങളുടെ പൂർവീകരായ ആളുകൾ, ആബാഇന ഞങ്ങളുടെ പൂർവീകർ, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഇതുപോലെയൊന്ന് കേട്ടിട്ടില്ല. ഏതുപോലെ? നൂഹ് നബി പറഞ്ഞതുപോലെയുള്ള ഒന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ വാക്കർത്ഥം. അപ്പോൾ എന്താണ് ഈ ആയത്തിനെ മുഫസ്സിറുകൾ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്? ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, സത്യനിഷേധികളായ പ്രമാണികൾ ജനങ്ങളെ വഴിതെറ്റിക്കാൻ ഉന്നയിച്ച 3 തർക്കങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഈ ആയത്ത് നമുക്ക് പഠിക്കാനുള്ള പാഠതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നൂഹ് നബി ആ സമൂഹത്തിലേക്ക് വന്നു, ദാവത്ത് നടത്താൻ വേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാണ്. അത് പറയുമ്പോൾ ആ സമൂഹത്തിലെ, അവിടെയുള്ള ആളുകളിലെ നേതാക്കന്മാർ, നേതൃത്വം വഹിക്കുന്ന ആളുകൾ, നിഷേധികളായ ആളുകൾ ആ സമൂഹത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി, നൂഹ് നബിയിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടി, നൂഹ് നബി പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി അവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഈ ആയത്ത്. അവർ ഒന്നാമത് പറഞ്ഞെന്താ? മനുഷ്യന് പ്രവാചകനാവുകയോ, നിങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ, ആ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് നൂഹ്, അയാൾക്ക് എങ്ങനെ പ്രവാചകനാകാൻ പറ്റുക? അയാൾ സാധാരണക്കാരായ ഒരാളല്ലേ, ഒരു സാധാരണ മനുഷ്യനല്ലേ, അയാൾക്ക് എങ്ങനെ പ്രവാചകനാകാൻ പറ്റും? അതാണ് ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ പ്രവാചകനാവുകയോ. രണ്ടാമത്തത് എന്താ? അഹങ്കാരവും സ്വാർത്ഥതയും ആരോപിക്കലാണ്. നിങ്ങളുടെ മേൽ അധീശത്വം അഥവാ നേതൃത്വം നേടാനാണ് നൂഹ് ആഗ്രഹിക്കുന്നത്, ആധിപത്യം പുലർത്താനാണ്, മേൽക്കോയ്മ നേടാനാണ് ആരോപിക്കണം. നൂഹ് നബി തൗഹീദ് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ആ സമൂഹം ആരോപിക്കുകയാണ്. നൂഹ് ശ്രമിക്കുന്നത് എന്തിനാ? യുരീദു അയ്യ തഫദ്ദല അലൈക്കും, നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്താനാണ്, മേൽക്കോയ്മ നേടാനാണ്. അതാണ് സത്യനിഷേധികൾ സ്വീകരിച്ച രണ്ടാമത്തെ വഴി. മൂന്നാമത് അവർ പറഞ്ഞെന്താ? അവർ പറഞ്ഞത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മലക്കുകളെ പറഞ്ഞയക്കുന്നതാണ്, മലക്കുകളെ നിയോഗിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരായി മലക്കുകൾ മാത്രമേ ദൂതന്മാരാകാവൂ. അള്ളാഹു നിയോഗിക്കുന്ന പ്രവാചകന്മാർ അതാരായിരിക്കണം? മലക്കുകൾ മാത്രമായിരിക്കണം. മനുഷ്യന്മാർ പ്രവാചകന്മാരായാൽ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് ആ സമൂഹത്തെ എന്ത് ചെയ്യാണ്? നിഷേധികളായ ആളുകൾ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്, ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ആയത്ത് എന്തിനാണ്? അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് തൗഹീദ് പറയാൻ വേണ്ടി വന്ന ലോകത്തിലെ ഒന്നാമത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹം തൗഹീദ് പറഞ്ഞപ്പോൾ ആ ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു, അതിൽ നിഷേധികളായ ആളുകളുടെ നേതാക്കന്മാർ എന്തു പറഞ്ഞു? അവർ 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത്, മനുഷ്യന്മാർക്ക് പ്രവാചകന്മാരാകാൻ പറ്റൂല, മനുഷ്യൻ പ്രവാചകനാകും, നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാൾ പ്രവാചകനാകെ. അതേപോലെ തന്നെ
ഇയാൾ നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്താനാണ്, മേൽക്കോയ്മ നേടാനാണ് ശ്രമിക്കുന്നത്. ആരോപണമാണ്. മൂന്നാമത് പറഞ്ഞെന്താ? പ്രവാചകനാകണമെങ്കിൽ അത് മലക്കുകൾ മാത്രമേ പ്രവാചകന്മാരാകാൻ പറ്റുള്ളൂ, മലക്കുകളാണ് ദൂതന്മാരായി വരേണ്ടത് എന്ന ഒരാരോപണം. ഈ 3 കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഇനി നമുക്കതിലെ ഓരോ ആയത്തുകൾ എടുത്ത് വായിച്ചു നോക്കാം. ഫഖാലൽ മലഉ ലദീന കഫറൂ മിൻ ഖൗമിഹി, ഫഖാലൽ മലഉ ലദീന കഫറൂ മിൻ ഖൗമിഹി, ഫഖാല അവർ പറഞ്ഞു, അൽ മലഉ ലദീന കഫറൂ മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽപ്പെട്ട നിഷേധികളായ മലഉകൾ. എന്താണ് ഈ മല എന്ന് പറഞ്ഞാൽ? മല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് സമൂഹത്തിലെ സ്വാധീനമുള്ള പ്രമാണികൾ, സമൂഹത്തിലെ സ്വാധീനമുള്ള പ്രമാണികരായ ആളുകൾ. ശരിക്കും മല എന്ന പ്രയോഗം നിറഞ്ഞു നിൽക്കുന്നവർ, നിറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ആ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയും, ആ പ്രോഗ്രാമിൽ അയാൾ നിറഞ്ഞു നിന്നു. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട, എല്ലാവരും ശ്രദ്ധിച്ച ഒരാളായിരുന്നു അയാൾ. അതേപോലെ നൂഹ് നബി വരുമ്പോൾ ആ സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന, ആ സമൂഹത്തിൽ സ്വാധീനമുണ്ടായിരുന്ന അവരാണ് മല, അവരാണ് നിഷേധികളായ പ്രമാണികൾ. ആ പ്രമാണികളാണ് പറയുന്നത്. അപ്പോൾ അതിനെന്തുണ്ട്? അവിടെയുള്ള ആളുകളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന, അവരുടെ ഇടയിൽ സ്വാധീനമുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ വാക്കുകൾക്ക് വില ഉണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു ഇത് പറയുന്നത്. ഫഖാലൽ മലഉ ലദീന കഫറൂ മിൻ ഖൗമിഹി, ആ നിഷേധികളായ ആളുകൾ, നൂഹ് നബിയുടെ സമൂഹത്തിലെ നിഷേധികളായ ആളുകളിലെ പ്രമാണികൾ അവർ പറഞ്ഞു. നിഷേധികളായ പ്രമാണികൾ എന്ത് പറഞ്ഞു? അവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതാണ് മല. അപ്പോൾ ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെ എപ്പോഴും എതിർത്തതാരാന്നറിയോ? ഈ നിഷേധികളായ പ്രമാണിമാരാണ്. ചരിത്രം പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും. ഇപ്പോൾ സൂറത്തു സബയിലെ 34-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വമാ അർസൽനാ ഫീ ഖർയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്രഫൂഹാ ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. എന്താ അള്ളാഹു പറയുന്നത്? ഏതൊരു നാട്ടിൽ നമ്മൾ താക്കീതുകാരനെ, പ്രവാചകൻ അയച്ചപ്പോഴും അവിടുത്തെ സുഖലോലുപരായ പ്രമാണികൾ പറയാതിരുന്നിട്ടില്ല, നിങ്ങൾ എന്തൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ ഞങ്ങൾ അവിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കുകയില്ല, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുകയില്ല എന്ന് പ്രവാചകന്മാരോട് പറഞ്ഞ ആൾക്കാരാരാ? ആ നാട്ടിലെ സുഖലോലുപന്മാരായ, സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും ആനന്ദങ്ങളുടെയും ഒക്കെ പിന്നിൽ ജീവിക്കുന്ന സമ്പന്നരായ ആൾക്കാർ, പാവപ്പെട്ടവരല്ല, പ്രമാണികളായ ആൾക്കാർ. അവരാണ് പ്രവാചകന്മാരെ എതിർക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്നത്. കാരണം എന്താ? അവരുടെ അധികാരം പോകും, അവർക്കുണ്ടായിരുന്ന സ്ഥാനം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അതാണ് അതിൻ്റെ കാരണം. തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം. അതുകൊണ്ട് സാധാരണക്കാരോട് അവർ പറയാ, ഈ വന്ന ആളുണ്ടല്ലോ, പ്രവാചകനായി വന്ന ആൾ, അയാൾ നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്താനാണ്, നിങ്ങളുടെ മേൽ മേൽക്കോയ്മ നേടാനാണ് അയാൾ ശ്രമിക്കുന്നത്. അയാളിലേക്ക് ആളുകൾ അടുക്കാൻ പാടില്ല. അയാളിലേക്ക് ആളുകൾ അടുത്താൽ എന്താ സംഭവിക്കുക? അവരുടെ സ്ഥാനം നഷ്ടമാകും, അവർക്കുണ്ടായിരുന്ന മഹത്വം നഷ്ടമാകും. അത് പേടിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, സൂറത്ത് അറാഫിലെ 60-ാമത്തെ ആയത്തിൽ നൂഹ് നബിയുടെ സമൂഹത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഖാലൽ മലഉ മിൻ ഖൗമിഹി ഇന്നാ ലനറാക ഫീ ളലാലിൻ മുബീൻ. നൂഹ് നബിയുടെ സമൂഹം ആ നൂഹ് നബിയെക്കുറിച്ച് അവരുടെ ആളുകളോട് പറഞ്ഞത് അള്ളാഹു മറ്റൊരു അധ്യായത്തിൽ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ അഥവാ നൂഹ് നബിയുടെ ജനതയിലെ പ്രമാണികൾ പറഞ്ഞു, തീർച്ചയായും നിന്നെ വ്യക്തമായ വഴികേടിലാണ് ഞങ്ങൾ കാണുന്നത്. നൂഹ് നബിയോട് പറഞ്ഞതാണ്. അപ്പം ഞാനിത് ഈ ആയത്തൊക്കെ ഞാൻ ഉദ്ധരിക്കുന്നത് എന്തിനാ? ഫഖാലൽ മലഉ ലദീന കഫറൂ മിൻ ഖൗമിഹി, നൂഹ് നബിയുടെ സമൂഹത്തിൽപ്പെട്ട നിഷേധികളായ പ്രമാണികൾ പറഞ്ഞു എന്ന ഒരു ആശയം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെ എതിർത്തവർ അവരാരായിരുന്നു? പ്രമാണിമാരായിരുന്നു. അതുകൊണ്ട് എല്ലാ പ്രമാണിമാരും എതിർത്തുന്നല്ല, എതിർക്കുന്നവരിൽ മുന്നിൽ നിന്നവർ പ്രമാണിമാരായിരുന്നു. ഫിറഔൻ്റെ, മൂസാ നബിയുടെ ചരിത്രം എടുത്ത് നോക്കൂ നിങ്ങൾ. മൂസാ നബിനെ എതിർത്താരാ? ഫിറഔനാണ്, അല്ലേ? ഫിറഔനാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി എതിർത്താരാ? നമ്രൂദാണ്. നാട്ടിലെ ഏറ്റവും വലിയ രാജാവാണ്, പ്രമാണിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി കടന്നു വന്നപ്പോൾ ആരെ എതിർത്തത്? അബൂജഹലാണ്, അല്ലേ? അബൂജഹലാണ് എന്ത് ചെയ്യുന്നത്? നബി എതിർക്കുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഈ ആയത്ത് എന്തിനിറങ്ങിയത്? ആ നാട്ടിൽ ഏറ്റവും പ്രമാണിയായിരുന്ന അബൂലഹബ് നബിനെ എതിർത്തു. അതിനാക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു ആയത്തിറക്കിയത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ ആ പ്രവാചകന്മാരെ എതിർക്കുന്നതിൽ മുന്നിൽ നിന്നത് ആരാ? നിഷേധികളായ പ്രമാണികന്മാരായ ആൾക്കാരാണ്.
സമൂദ് ഗോത്രം, സ്വാലിഹ് നബിയുടെ ചരിത്രം അല്ലാഹു പറയും. സമൂദ് ഗോത്രം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അറാഫിലെ 75-ാമത്തെ ആയത്തിൽ ഖാലൽ മലഉ الذين استكبروا من قومه للذين استضعفوا, അവിടെയും അല്ലാഹു പറയും അദ്ദേഹത്തിൻ്റെ അഥവാ സ്വാലിഹ് നബിയുടെ ജനതയിലെ അഹങ്കാരികളായ പ്രമാണികൾ. അവിടെയും ആരാണ്? പ്രമാണികളാണ്, അഹങ്കാരികളാണ്. അപ്പം നോക്കൂ നിങ്ങൾ, ലോകത്തേക്ക് പ്രവാചകന്മാർ വന്നപ്പോൾ ആ പ്രവാചകന്മാരെ എതിർക്കാൻ മുന്നിൽ നിന്ന ആൾക്കാരാരാ? അവർ പ്രമാണികളാണ്, നിഷേധികളായ പ്രമാണികളാണ്. എന്തുകൊണ്ട്? അവരുടെ സ്ഥാനം നഷ്ടാകും. അവർക്കുണ്ടായിരുന്ന ആ മഹത്വക്ക് ആളുകൾ എന്ത് ചെയ്യും? അതിനെ വില കുറച്ച് കാണും. ഈ പ്രവാചകന്മാരുടെ പിന്നാലെ ആളുകൾ പോകും. ഇത് പേടിച്ചിട്ടാണ്. എന്നിട്ടെന്താ അള്ളാഹു പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന എന്താ? ഫഖാലൽ മലഉ الذين كفروا من قومه, തങ്ങളുടെ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽപ്പെട്ട നിഷേധികളായ പ്രമാണികൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? മാ ഹാദാ ഇല്ലാ ബശറും മിത്ലുക്കും, മാ ഹാദാ ഇല്ലാ ബശറും മിത്ലുക്കും. ഇയാൾ ആരാണ്? നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെയുള്ള ഒരാളാണ്. ഇപ്പം സത്യനിഷേധികൾ സത്യത്തെ നിഷേധിക്കാൻ ന്യായങ്ങൾ കണ്ടെത്താണ്, ന്യായം കണ്ടെത്താണ്. എന്താണ്? ശരിക്കും യുക്തിഭദ്രമായി യുക്തിയോടുകൂടി ആ പ്രവാചകന്മാർ പറയുന്നതിനെ എതിർക്കാനും നിഷേധിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അവർ ന്യായങ്ങൾ കണ്ടെത്താണ്. ആ ന്യായമാണിത്. മാ ഹാദാ ഇല്ലാ ബശറും മിത്ലുക്കും, ഇയാളൊരു മനുഷ്യനാണ്, നമ്മളെപ്പോലുള്ള മനുഷ്യനാണ്, നമ്മളെപ്പോലെയുള്ള ഒരാളാണ്. ഒരു ദൈവദൂതൻ വരണമെങ്കിൽ അവൻ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നാകരുത്, മറിച്ച് അത്ഭുത ശക്തിയുള്ള മലക്കായിരിക്കണം. അതാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ, അതിൻ്റെ ആശയം അതാണ്. ഒരു മലക്കായിരിക്കണം. അങ്ങനെയാണ് ജനങ്ങളെ അവരെന്ത് ചെയ്യുന്നത്? വഴിതെറ്റിക്കുന്നത്. ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. സൂറത്തു അംബിയായിൽ 21-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ മക്കയിലെ ഖുറൈശികൾ അവർ ഈ സമാനമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മുഹമ്മദ് ആരാ? ഒരു മനുഷ്യനാണ്, ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്, നമ്മളെപ്പോലുള്ളൊരു മനുഷ്യനാണ്. അങ്ങാടി കൂടെ നടക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, അല്ലേ, വിവാഹം കഴിക്കുന്ന, കുടുംബമുള്ള അങ്ങനെ ഒരാളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രവാചകന്മാർ അവരുടെ ദിവ്യ സന്ദേശവുമായി കടന്നു വരുമ്പോൾ നിഷേധികളായ ആളുകൾ തങ്ങൾക്ക് ലഭിച്ച ആ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരുന്നയിക്കുന്ന തെറ്റായ ആരോപണങ്ങളാണിത്. മഹാദ ഇല്ലാ ബഷറുൻ. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാർ അവരുടെ പ്രമാണികളായ ആൾക്കാർ അവരുടെ ചിന്തയിലെ പ്രശ്നം എന്താ അറിയോ? അവർ പ്രവാചകന്മാർ മലക്കായിരിക്കണം എന്നാണ് അവരുടെ ഒരു വാദം. പ്രവാചകന്മാർ മലക്കായിരിക്കണം. അള്ളാഹുവിൻ്റെ പടച്ച റബ്ബിൻ്റെ പ്രതിനിധികളായി വരുന്നയാൾ സാധാരണ മനുഷ്യനാകരുത്, മറിച്ച് അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മലക്കായിരിക്കണം. അതേപോലെ തന്നെ അവർക്കുള്ള ഒരു അഹങ്കാരമുണ്ട്. എന്താണ്? ഞങ്ങളെപ്പോലെ തിന്നുകയും കുടിക്കുകയും അങ്ങാടിയിൽ കൂടെ നടക്കുകയും ചെയ്യുന്ന ഒരാളെ ഞങ്ങളെങ്ങനെ നേതാവായി അംഗീകരിക്കും? അതിന് അവരുടെ ആ അഹങ്കാരത്തിന് സമ്മതിക്കുന്നില്ല. അവരഹങ്കാരികളാണ്. ഞങ്ങളെ കൂടെ നടക്കുന്ന, ഞങ്ങളുടെ ഇടയിൽ നടക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ഒരാളെ ഞങ്ങളെങ്ങനെ നേതാവായി സ്വീകരിക്കുക? ഞങ്ങളാണല്ലോ ഇവിടുത്തെ നേതാക്കന്മാർ. അതുകൊണ്ട് വേറൊരാളെ നേതാവായി സ്വീകരിക്കാനുള്ള മടി, അഹങ്കാരം അതവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വാദം അവർ പറയുന്നത്. അതേപോലെ തന്നെ സത്യത്തെ നിഷേധിക്കാനുള്ള എളുപ്പ വഴി എന്താ? ഇതന്നെയാണ്. പ്രവാചകന്മാർ വന്ന് തൗഹീദ് പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ആ പ്രവാചകന്മാരെ സ്വീകരിക്കാതിരിക്കാൻ, ജനങ്ങളെ വഴിതെറ്റിക്കാൻ ഏറ്റവും നല്ല എളുപ്പവഴി എന്താ? ഇയാളൊരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കലാണ്, കൊച്ചാക്കലാണ്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യില്ല? ആ ആളുകൾ അവരിൽ നിന്ന് അകലും. എന്നാൽ സഹോദരങ്ങളെ, പ്രവാചകന്മാർ മനുഷ്യരായിരിക്കണം. അതാണ് യുക്തി. അതാണ് മലക്കുകളാകേണ്ട ആവശ്യമില്ല. മലക്കുകളായ പ്രശ്നങ്ങളാണ്. പ്രവാചകന്മാർ മനുഷ്യരായിരിക്കണം. പ്രമാണികൾ ഒരു പോരായ്മയായി ഉയർത്തിക്കാട്ടിയ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന, മനുഷ്യനായി എന്ന വാദം, അത് യഥാർത്ഥത്തിൽ അബദ്ധമാണ്, യഥാർത്ഥത്തിൽ തെറ്റാണ്. കാരണം എന്താ? പ്രവാചകന്മാർ മനുഷ്യരാകുമ്പോഴാണ് മാതൃകാപരമായ ജീവിതം മനുഷ്യരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുക. മനുഷ്യർക്ക് പിന്തുടരാൻ ഒരു മനുഷ്യനെയാണ് കഴിയുക. കാരണം എന്താ? വിശപ്പുള്ള, ദാഹമുള്ള, വേദനയുള്ള, സന്തോഷമുള്ള, അതേപോലെ തന്നെ സങ്കടമുള്ള കുടുംബജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ പ്രവാചകനായി വന്നു. പ്രവാചകനായി വന്ന് അയാൾ അവരുടെ മുമ്പിൽ ഏറ്റവും നല്ലൊരു ജീവിതം നയിക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇയാളെപ്പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും, ഇയാളെപ്പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? എന്നാൽ മലക്കുകളാണെങ്കിലോ? മലക്കുകളാണെങ്കിൽ അവർ പറയെന്താ? നിങ്ങൾക്കിത് പറയാം, നിങ്ങൾക്ക് കുടുംബമല്ല, നിങ്ങൾക്ക് ഭക്ഷണം വേണ്ട, നിങ്ങൾക്ക് ഇതിനൊന്നും ആവശ്യമില്ല, നിങ്ങൾക്കിത് പറയാം, ഞങ്ങളെങ്ങനെ നിങ്ങളെപ്പോലെ ആകാം?
ഇതായിരിക്കും മലക്കുകൾ പ്രവാചകന്മാരായി വന്നാൽ ആളുകൾ പറയുന്ന മറുപടി. അതുകൊണ്ട് യുക്തി എന്താണ്? യുക്തി യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ പ്രവാചകന്മാരായി വരണം. അതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം, അതാണ് റബ്ബ് നിശ്ചയിച്ചത്. ഇനിയോ സന്ദേശം ഗ്രഹിക്കാനുള്ള എളുപ്പം മനുഷ്യന്മാർ പ്രവാചകന്മാരായി വരുമ്പോഴാണ്. പ്രവാചകൻ മനുഷ്യനായതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ മനുഷ്യഭാഷയിൽ ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുമ്പോൾ നബിയുടെ മുഖം ചുവന്നു, നബി ദേഷ്യപ്പെട്ടു, നബി ചിരിച്ചു, നബി കോപിച്ചു. എന്തുകൊണ്ടാണ്? അവരുടെ ഇടയിലാണ് നബി ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എല്ലാ മേഖലയിലും മാതൃകയാണ്, എല്ലാ മേഖലയിലും മാതൃകയാണ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, പറയുക ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ നബിൻ്റെ പ്രത്യേകത എന്താ? നബി നമ്മളെപ്പോലൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നബി എല്ലാ രീതിയിലും സാധാരണക്കാരനായ ഒരാളാണെന്നോ? അല്ല, നബി ഒരു മനുഷ്യനാണ്, അതിൽ തർക്കമൊന്നുമില്ല. നബി മനുഷ്യനാണ്, അതിലാരും തർക്കിക്കാനും പാടില്ല. നബി സാധാരണ മനുഷ്യനാണോ? നബി ഒരു മനുഷ്യൻ എന്ന നിലയിൽ സാധാരണക്കാരാണ്. എന്നാൽ നബിക്കൊരു പ്രത്യേകത ഉണ്ട്, നബിക്ക് വഹയുണ്ട്. ലോകത്ത് മറ്റൊരാൾക്കും ഇല്ലാത്ത പ്രത്യേകതയാണത്. നബിയുടെ ഉമ്മത്തിൽ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ വേറൊരാൾക്കും ഇല്ലാത്ത പ്രത്യേകതയാണ്. പ്രവാചകന്മാർക്ക് വഹയുണ്ട്, അല്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയാ ഖുൽ, നബിയെ പ്രഖ്യാപിക്കണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരാളാണ്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളെപ്പോലുള്ള, ഞാൻ നിങ്ങളെപ്പോലെ വികാരമുള്ള, പിന്നെ എന്താ പറയുക, ഒരു മനുഷ്യനാണ്. ഭക്ഷണം കഴിക്കുന്ന, ഉറങ്ങുന്ന, വിശ്രമിക്കുന്ന, ചിരിക്കുന്ന, വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നാൽ എനിക്കുള്ള പ്രത്യേകത എന്താ? അള്ളാഹു എനിക്ക് വഹി നൽകിയിട്ടുണ്ട്, അള്ളാഹു എനിക്ക് വഹി നൽകിയിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ പ്രഖ്യാപനം. അപ്പോൾ ഞാൻ പറഞ്ഞെന്തറിയോ, ആ നിഷേധികളായ ആളുകൾ പറഞ്ഞ ഇയാളൊരു മനുഷ്യനാണ്, ഇയാളൊരു മനുഷ്യനാണ് എന്ന ആരോപണം അത് ബുദ്ധിപരമായി തന്നെ എന്താണ്? നിരർത്ഥകമാണ്, അത് ശരിയല്ല. ഒരു മനുഷ്യനാണ് ആരാകേണ്ടത്? പ്രവാചകനാകേണ്ടത്. അപ്പോഴാണ് ജനങ്ങൾക്ക് അവരെ ഫോളോ ചെയ്യാനും മാതൃകയാക്കാനും സാധിക്കുക. ഇനി ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബാഹ്യരൂപം നോക്കിയിട്ട് എന്ത് ചെയ്യണ്ട? വിലയിരുത്തണ്ട. ഒരാളുടെ വസ്ത്രം, അയാളുടെ സാമ്പത്തിക പശ്ചാത്തലം, സാമൂഹിക നിലവാരം എന്നിവ നോക്കി അവരുടെ സത്യസന്ധതയോ അതേപോലെ തന്നെ അറിവിനെയോ തള്ളിക്കളയുന്ന സ്വഭാവം അത് നല്ലതല്ല. നമ്മളൊരാളെ എങ്ങനെയാണ് അളക്കേണ്ടത്? അയാൾ ബാഹ്യമായിക്കൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പ്രത്യക്ഷത്തിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ എന്ത് ചെയ്യുക? നമ്മൾ അയാളെ ഉൾക്കൊള്ളുക. നമ്മൾ അറിയാത്ത കാര്യങ്ങളിൽ അവർ പറയുന്ന കാര്യങ്ങൾ അത് പ്രമാണങ്ങളോട് യോജിച്ചു വരുന്നതാണ് എങ്കിൽ നമ്മളത് സ്വീകരിക്കുക. ഇനി നോക്കൂ നിങ്ങൾ, അടുത്ത വാചകം എന്താ? യുരീദു അൻ യതഫദ്ദല അലൈക്കും. അവർ പറഞ്ഞൊരു വാചകമാണ്, യുരീദു അൻ യതഫദ്ദല അലൈക്കും, നിങ്ങളുടെ മേൽ പ്രഭുത്വവും മേൽക്കോയ്മയും സ്ഥാപിക്കാനാണ് നൂഹ് നബി ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ആരോപണമാണ്. ഈ ആയത്തിൽ നിഷേധികളായ ആളുകളുടെ ആരോപണമാണ്. പ്രമാണികളുടെ മാനസികാവസ്ഥ എന്താ? സ്വന്തം സ്വാർത്ഥത മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുക. അവർ പിന്നെ പ്രമാണിമാരാണ്, അവർ ഈ സമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം അധികാരവും സാമൂഹിക പദവിയും നിലനിർത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം, അത് മാത്രം അവരുടെ ലക്ഷ്യം. അത് നഷ്ടപ്പെടുന്നവർ പേടിച്ചു. അതുകൊണ്ട് അവർ പറഞ്ഞാണ്, ഈ വരുന്ന ആൾ പ്രവാചകനായി പറയുന്ന ആൾ, അയാൾ ഉദ്ദേശിക്കുന്ന എന്താ? നിങ്ങളുടെ മേൽ മേൽക്കോയ്മ നേടലാണ്, നിങ്ങളുടെ മേൽ മേൽക്കോയ്മ നേടലാണ്. അതെന്തിനാ? അവരിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടി അവർ പിന്നെ സ്വീകരിച്ച നിലപാട്, അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന പേടിയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, വലൗ ശാ അല്ലാഹു ലഅൻസല മലായിക, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ പ്രവാചകനായി മലക്കുകളെ നിയോഗിക്കുമായിരുന്നു എന്നാണ്. മലക്കുകൾ, ഞാൻ പറഞ്ഞു, മലക്കുകളെ നിയോഗിക്കാത്തതിൻ്റെ യുക്തി എന്താണ്? മനുഷ്യന്മാർ പ്രവാചകന്മാരായി വന്നതിൻ്റെ യുക്തി എന്താണ്? നമ്മളത് വിശദീകരിച്ചു. അപ്പം അതിൽ നിന്ന് തന്നെ പ്രവാചകന്മാരായി വരേണ്ടത് മനുഷ്യന്മാരാണ്. ഇനി നോക്കൂ നിങ്ങൾ, മലക്കുകൾ പ്രവാചകന്മാരായി വന്നിരുന്നുവെങ്കിൽ മലക്കുകളുടെ ശരിയായ രൂപത്തിൽ മനുഷ്യന്മാർ മലക്കുകളെ കണ്ടാൽ അവർക്ക് ഭയം ഉണ്ടാകും, പേടിക്കും. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിൻ്റെ ശരിയായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ കണ്ടിട്ടുണ്ട്. ചിറകുകൾ വിടർത്തി, 600ഓളം ചിറകുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്. ആ ചിറകുകൾ വിടർത്തി ഉപരിലോകത്ത് നിൽക്കുന്ന കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന കാണാൻ പറ്റും. നമുക്ക് പേടിയാകും അവരെ യഥാർത്ഥ രൂപത്തിൽ കണ്ടാൽ. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു ആണ് ഏറ്റവും വലിയ ഹാക്കിം, വിധികർത്താവ്.
കാര്യങ്ങൾ അറിയുന്നവൻ. മനുഷ്യരിലേക്ക് ആരാണ് പ്രവാചകനായി വരേണ്ടത്, ആരെ ദൈവദൂതനാക്കണം, അതൊക്കെ ആരുടെ തീരുമാനമാണ്? റബ്ബിൻ്റെ തീരുമാനമാണ്. റബ്ബിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനമാണ് അല്ലാഹു നടപ്പിലാക്കിയത്. അങ്ങനെയാണ് ആദം നബിക്ക് ശേഷം നൂഹ് നബി പ്രവാചകനായി വരുന്നത്. പിന്നെ മൂസാ നബി, അങ്ങനെ ഓരോ പ്രവാചകൻ, ഇബ്രാഹിം നബി, മൂസാ നബി, യൂസുഫ് നബി, അങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ വരുന്നത്. അല്ലാതെ അള്ളാഹുവിന് മലക്കുകളെ പ്രവാചകന്മാരായി പറഞ്ഞേക്കാൻ അറിയാത്തതുകൊണ്ടല്ല. അതിനേക്കാൾ ആവശ്യം എന്താ? മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചു, മനുഷ്യരെ നേരിലേക്ക് നയിക്കാൻ വേണ്ടി. അതാണ് പരീക്ഷണം, അതാണ് പരീക്ഷണം, അതാണ് പ്രവാചകന്മാരെ അംഗീകരിക്കുക എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇങ്ങനെ മലക്കുകൾ നേരിട്ട് ഇറങ്ങി വന്ന് സംസാരിച്ചാൽ പിന്നെ ഗൈബിലുള്ള വിശ്വാസം, ഇപ്പം മലക്കുകളിലുള്ള വിശ്വാസം എന്ന സാധനം ഉണ്ടല്ലോ, അതുണ്ടാവില്ല. പിന്നെ മലക്കളെ നമ്മൾ കാണുന്നില്ല, നമ്മൾ കാണാതെ മലക്കളിൽ വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അപ്പം മലക്കൾ നമ്മളെ ഇറങ്ങി ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ആ ഒരു വിശ്വാസം ഉണ്ടാകുമോ? ആ വിശ്വാസത്തിന് പ്രാധാന്യം ഉണ്ടാകും. ഇപ്പം മലക്കുകളെ കാണാതെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളവരെ വിശ്വസിക്കുകയാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ നിരർത്ഥകമായ വാദാണ് വലൗഷ അല്ലാഹു ലഅൻസല മലായിക. മലക്കുകളെയാണ് അള്ളാഹു പ്രവാചകനായി നിയോഗിക്കേണ്ടത്, മനുഷ്യന്മാരെ അല്ല എന്നാണ് അവരതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ അവരുടെ അടുത്ത വാദം എന്താ? മാ സമിഅനാ ബിഹാദാ ഫി ആബാഇനൽ അവ്വലീൻ. മാ സമിഅനാ ബിഹാദാ ഫി ആബാഇനൽ അവ്വലീൻ. നമ്മുടെ പൂർവ്വ പിതാക്കൾ അവരിൽ നിന്ന് ഇങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല എന്നാണ്. നൂഹ് നബി തൗഹീദ് പറഞ്ഞപ്പോൾ ആ തൗഹീദ് ഞങ്ങളുടെ കാക്ക കാരണവന്മാരിൽ നിന്ന് കേട്ടിട്ടില്ല എന്ന്. ഇതിപ്പോഴും ആൾക്കാർ പറയുന്നതാണ്, അല്ലെ? ഏകദൈവ വിശ്വാസത്തോടുള്ള തൗഹീദിനോടുള്ള എതിർപ്പാണത്, ശക്തമായ വിയോജിപ്പാണ്. അതുകൊണ്ട് അവരത് പറയുന്നത്. ഇപ്പം നമ്മൾ തൗഹീദ് പറയുമ്പോൾ ഇതൊന്നും കേരളത്തിലെ മുൻഗാമികൾക്ക് പരിചയമില്ല എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ദീന് പഠിക്കേണ്ടത് എവിടുന്ന? പ്രവാചകന്മാരിൽ നിന്ന്. അപ്പം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറഞ്ഞൊരു വാചകമുണ്ട്. ആദം നബിയുടെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു പറയും, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തുടരെ പ്രവാചകന്മാർ അള്ളാഹു പറഞ്ഞേക്കും. ആ പ്രവാചകന്മാർ കൊണ്ടുവരുന്ന ആദർശമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മനസ്സിലായി? ആ ആദർശം നമ്മൾ സ്വീകരിക്കുക, എങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരികയില്ല. കാക്ക കാരണവന്മാർ എന്തു പറഞ്ഞു എന്നല്ല, എൻ്റെ വാപ്പിയും വല്യാപ്പി എന്ത് വിശ്വസിച്ചു എന്നല്ല. ഇവർ പറഞ്ഞ വാദതാണ്, ഇവർ പറഞ്ഞ മറുപടി അതാണ്. ഇവർ പറഞ്ഞ എന്താ? ഈ നൂഹ് നബി പറയുന്ന തൗഹീദ് ഞങ്ങളുടെ കാരണവന്മാരിൽ നിന്ന്, കാക്ക കാരണവന്മാർ ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കളിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ ഒന്ന് അന്ധമായ തഖ്ലീദാണ്, അന്ധമായ തഖ്ലീദ്. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ എന്തു പറഞ്ഞു അതേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ, അതാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. തഖ്ലീദ് ഇസ്ലാമിലില്ല. അങ്ങനെയുള്ള നമ്മൾ ശരിക്കും തഖ്ലീദ് ചെയ്യണമെങ്കിൽ ആരെ ചെയ്യാൻ പറ്റുള്ളൂ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം, അല്ലാഹു റസൂലിനെ മാത്രം. വേറൊരാളും തഖ്ലീദ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പാരമ്പര്യമാണ് സത്യത്തിൻ്റെ അളവുകോൽ. അത് തെറ്റിദ്ധാരണയാണ്. സത്യത്തിൻ്റെ അളവുകോൽ പ്രമാണമാണ്. നബി പറഞ്ഞ എന്താ? ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു പോകുന്നു. അതെന്താ? ഖുർആനും സുന്നത്തുമാണ്. അതാണ് പ്രമാണം, അതാണ് തെളിവ്, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതല്ലാതെ ഞങ്ങളുടെ കാരണവന്മാർ ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ചെയ്യൂല, അതൊരിക്കലും വിശ്വാസി പറയാൻ പാടില്ല. പ്രമാണങ്ങളിലുണ്ടോ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വീകരിക്കണം. എന്താണോ ഖുർആനിലുള്ളത് അത് നമ്മൾ സ്വീകരിക്കുക. ഏത് വിഷയത്തിലും, അത് തൗഹീദാകട്ടെ, സുന്നത്താകട്ടെ, ഏത് ഒരു ഇബാദത്താകട്ടെ, മുആമലാത്ത്, എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നത് അത് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ 24-ാമത്തെ ആയത്ത് നമ്മളത് പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? സത്യത്തെ എതിർക്കാൻ നൂഹ് നബിയുടെ സമൂഹത്തിലെ പ്രമാണികളായ നിഷേധികൾ അവർ 4 തന്ത്രങ്ങൾ ഉപയോഗിച്ചു. ഒന്നെന്താ? മാ ഹാദാ ഇല്ലാ ബശറുൻ, വ്യക്തിപരമായ ഹീനത ആരോപിച്ച് തരം താഴ്ത്തുക. അഥവാ മനുഷ്യനെന്ന് പറഞ്ഞ് ഇയാളൊരു നബിയൊന്നല്ല, ഇയാളൊരു മനുഷ്യനാണ്, നമ്മളെപ്പോലുള്ള ഒരാളാണ് എന്ന രീതിയിൽ ആക്ഷേപിച്ചു. പിന്നെയോ യുരീദു അയ്യ തഫദ്ദല അലൈക്കും, ദുരുദ്ദേശം ആരോപിക്കൽ, അധികാരമോഹമുള്ള ആളാണ്, മേൽക്കോയ്മ നേടാൻ ശ്രമിക്കുന്ന ആളാണ്, അങ്ങനെ ആരോപിച്ചു. ഇനിയോ വലൗ ശാ അല്ലാഹു ലഅൻസല മലായിക, അനാവശ്യമായ നിബന്ധനകൾ അവർ പറഞ്ഞു. പ്രവാചകനാകണമെങ്കിൽ മലക്കാവണം, മനുഷ്യന്മാരൊന്നും പ്രവാചകന്മാരാകാൻ പറ്റില്ല, മലക്കാകണം. അതേപോലെ തന്നെ മാ സമിഅനാ ബിഹാദാ ഫി ആബാഇനൽ അവ്വലീൻ, അന്ധമായ പാരമ്പര്യവാദം ഉന്നയിച്ചു. അപ്പം നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് നൂഹ് നബി വന്ന് തൗഹീദ് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി ആ സമൂഹത്തിലെ ആളുകൾ ഉന്നയിച്ച ആരോപണങ്ങളാണ് 24-ാമത്തെ ആയത്തിൽ നമ്മൾ എന്ത് ചെയ്തത്?
നമ്മൾ പഠിച്ചത്. ഇനി ഇൻഷാ അല്ലാ 25-ാമത്തെ ആയത്തിൽ അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചരിത്രങ്ങൾ കൂടെ, ആ സമൂഹത്തെ നശിപ്പിക്കുന്നതടക്കമുള്ള ചരിത്രങ്ങൾ കടന്നു വരുന്നു. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കത് കൃത്യമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ പഠിതാക്കളിൽ ചില ആളുകൾ, അവരുടെ കുടുംബത്തിൽപ്പെട്ട, അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന വിവരങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ അസുഖങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ക്യാൻസർ ബാധിച്ച് പ്രയാസപ്പെടുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തി. അവർ കീമോ ചെയ്ത് പ്രയാസം അനുഭവിക്കുകയാണ്. അള്ളാഹു അവർക്ക് പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. അവരുടെ ഭർത്താവിന് പ്രയാസമുണ്ട്, രോഗമുണ്ട്, അദ്ദേഹവും അതേ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അള്ളാഹു അവർക്ക്, ആ കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.